ഇപ്പോൾ തിയോഫിൻ ചാവക്കാട് നിന്ന് ചേരുകയാണ്. അവിടേക്കാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വ്യോമസേനാ വിമാനം എത്തിക്കഴിയുമ്പോൾ മരണപ്പെട്ട ആളുടെ മൃതദേഹം കൊണ്ടുവരിക. തിയോഫിൻ ചാവക്കാട് സ്വദേശിയാണല്ലേ? ശരത്ത്, തൃശ്ശൂരിൽ നിന്നും ഒരാളാണ് ഈ അപകടത്തിൽ മരണമടഞ്ഞിട്ടുള്ളത്. ചാവക്കാട് താമസിക്കുകയാണ് അദ്ദേഹം. ഏതാനും വർഷങ്ങളായി ചാവക്കാടാണ്. വിവാഹശേഷം ഇവിടെ താമസമാക്കിയ ആളാണ്. ബിനോയ് തോമസ് എന്നാണ് പേര്. 44 വയസ്സ്. ഇദ്ദേഹം തിരുവല്ല സ്വദേശിയാണ്. പക്ഷേ ചാവക്കാട്ടുകാരനാണെന്ന് നമുക്ക് പറയാം. കാരണം ഇവിടെയുള്ളവർക്കെല്ലാം അത്രയും അടുപ്പമുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ചെറിയ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ വീടാണ് ഈ നമുക്ക് പിന്നിൽ കാണുന്നത്. ഈ ഒരു ചെറിയ വീട്, നല്ലൊരു വീട് സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഒരാഴ്ച മുൻപ് പോയതാണ്. ഒരാഴ്ച തികയുമ്പോഴേക്കും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. ഇവിടെ വാർഡ് കൗൺസിലറുണ്ട് ഇപ്പോൾ വീട്ടിൽ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതോടൊപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ബിനോയിയുടെ ഭാര്യയുടെ ബന്ധു കൂടിയായ കൃഷ്ണൻ, ഇവരൊക്കെ ഇപ്പോൾ ഉണ്ട്. കൗൺസിലറോട് നമുക്ക് വിവരങ്ങൾ ഒന്ന് ചോദിക്കാം. ശരത്, എങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ? ഇന്ന് 8:30 എയർപോർട്ടിൽ ബോഡി എത്തുന്നതാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. തഹസിൽദാർ ഏറ്റുവാങ്ങും. എന്നിട്ടൊരു 10 കൂടിയിട്ട് ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു 1.5 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം കുന്നംകുളം സെമിത്തേരിയിലേക്കാണ് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ ബിനോയ് തോമസിനെ അടക്കുന്ന സെമിത്തേരി കുന്നംകുളത്താണ്. അതുകൊണ്ടാണ് അവിടേക്ക് സംസ്കാരം 2 മണിയോടുകൂടി അവിടെ നടത്തും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ വഴിയെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. ഈ ബിനോയിയുടെ ഭാര്യയുടെ ബന്ധുവാണ് കൃഷ്ണൻ. അദ്ദേഹത്തോട് നമുക്ക് വിവരങ്ങൾ ചോദിക്കാം. എത്ര വർഷമായിട്ട് ബിനോയിയുടെ താമസമുണ്ട്? ബിനോയ് ഏകദേശം ഒരു 8 വർഷം എല്ലായിട്ടുണ്ട് ഇവിടെ താമസിക്കുന്നതായിട്ട്. ആൾ പാവറട്ടിയിലായിരുന്നു. ഒരു കടയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഒരു ചെരുപ്പ് കടയിൽ. സ്ഥിരമായിട്ട് അവിടെ തന്നെയായിരുന്നു. അപ്പോൾ അടുത്താണ് ആൾ വിദേശത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുള്ള പോയിട്ടിപ്പോഴും. അപ്പോൾ ഇവർ വളർന്നത് വളരെയധികം ദുഃഖം, സങ്കടമൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ജോലി സംബന്ധമായ ആൾ വിദേശത്തേക്ക് പോയത്. ആളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എൻ്റെ ഒരു കുടുംബത്തിൽ കുട്ടികൾ. റൈറ്റ്. ഇപ്പോൾ തിയോഫിൻ സംസാരിച്ചത് ചാവക്കാട് നിന്നാണ്. ബിനോയ് തോമസ്, ഈ ദുരന്തത്തിൽ കുവൈറ്റിലെ ഈ വൻ തീപിടുത്തത്തിൽ മരണപ്പെട്ട ബിനോയ് തോമസ്, 44 വയസ്സ്. ബിനോയിയുടെ വീട് ചാവക്കാടാണ്. അവിടെ നിന്നാണ് അവിടുത്തെ വാർഡ് മെമ്പറോടും കൗൺസിലറോടും അതുപോലെ തന്നെ ബന്ധുക്കളോടുമൊക്കെ തിയോഫിൻ സംസാരിച്ചത്. ഒരാഴ്ച മുമ്പാണ് ബിനോയും, മുമ്പ് നമ്മൾ കഴിഞ്ഞ കേസിലും കണ്ടത് ഇത് തന്നെയാണ്, ഒരാഴ്ച മുമ്പാണ് കുവൈറ്റിലേക്ക് പോയത് എന്നുള്ളതാണ്. ഒരു വലിയ ദുരന്തത്തിലേക്ക് ചെന്നുപെട്ട പോലെയാണ് ചില കേസൊക്കെ, ചിലരുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ചാവക്കാട് തിരുവല്ലക്കാരനാണ്, പക്ഷേ ചാവക്കാട് അവിടെയാണ് താമസിക്കുന്നത്. നാട്ടിൽ കടകളിലൊക്കെ ജോലി ചെയ്യുകയായിരുന്നു. ഒരാഴ്ച മുമ്പ് കുവൈറ്റിലേക്ക് കുറേ കൂടി ഒരു മെച്ചപ്പെട്ട ജീവിതം എന്ന വലിയ പ്രതീക്ഷയോടെ തിയോഫിനൊക്കെ നിൽക്കുന്ന ആ വീടും പരിസരമൊക്കെ കാണുമ്പോൾ നമുക്ക് അതറിയാം. വീട് പണിയും അല്ലെങ്കിൽ വീടൊക്കെ വെച്ച് ഒന്ന് മെച്ചപ്പെടണം എന്ന് വിചാരിച്ച് ഒരു പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന മനുഷ്യനെ കാത്തിരിക്കുന്ന വലിയ ദുരന്തത്തിൻ്റെ ഒരു ദുഃഖകരമായ, വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ബിനോയിയുടെ കാര്യത്തിലും സംഭവിച്ചത്. അതുതന്നെയാണ്.